ശ്രീ ഹസി പറക്കൽ, ഇന്നത്തെ കേന്ദ്ര ബജറ്റിന്റെ പ്രതീക്ഷകളിലേക്ക് തന്നെ നമുക്ക് എത്താം. എങ്ങനെയാണ് താങ്കൾ ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്? എന്തൊക്കെ പ്രതീക്ഷകൾ? രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കൾ എന്ന് പറയുന്നത് ഇടത്തരം ചെറിയ കച്ചവട സ്ഥാപനങ്ങളാണ്. സ്മോൾ സ്കെയിൽ മൈക്രോ ആയിട്ടുള്ള ചെറുകിട വ്യാവസായിക സ്ഥാപനങ്ങളാണ്. അവർ ഏകദേശം 13 കോടിയോളം വരുന്ന തൊഴിൽ ഓരോ വർഷവും സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇടത്തരം ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ കഴിഞ്ഞ വർഷത്ത് ആകെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞത് $7 ബില്യൺ മാത്രമാണ്. അതിന് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ച് 73% ഇടിവ് ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതിന് മുമ്പ് $25 ബില്യൺ സമാഹരിക്കാൻ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇന്ത്യയുടെ ഒരു നാച്ചുറൽ കോമ്പറ്റർ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയോടാണ് ഇന്ത്യ ഇന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് രംഗത്താണെങ്കിലും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും പോപ്പുലേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള എക്കണോമിയാണ്. അതായത് അവരെ ഈ രണ്ട് രാജ്യങ്ങളുടെയും എക്കണോമിയെ ഏറ്റവും അധികം സഹായിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഉള്ള ജനസംഖ്യയാണ്. ചൈനയില് ഒരു മണിക്കൂറിന് ഒരു മാനുഫാക്ചറിംഗ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്ക് $3.5 ഒരു മണിക്കൂറിൽ സ്പെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഇന്ത്യയിൽ അത് $0.92 മാത്രം ചെലവഴിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും നിസാരമായ രീതിയിൽ ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് അവസരങ്ങൾ ഉണ്ടായിട്ട് കൂടി ഇന്ത്യയിലേക്ക് വൻതോതിൽ മാനുഫാക്ചറിംഗ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയുന്നില്ല. ഏകദേശം 8.9 GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചാ നിരക്ക് 8.9% അടുത്ത് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആകെ 7% അടുത്ത് 6.9% അടുത്ത് മാത്രമേ എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാജ്യം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് രാജ്യത്ത് 2014 മുതൽ 2024 വരെയുള്ള ഈ കാലയളവിനുള്ളിൽ 100 ലക്ഷം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് വായ്പയായി എടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു പോരായ്മയാണ്. അതായത് 1947 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കേന്ദ്ര ഗവൺമെന്റുകൾ മൊത്തം ആകെ 50 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമേ ലോൺ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കടം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏകദേശം ₹1 20 പൈസയോളം അല്ലെങ്കിൽ 18 പൈസയോളം നമ്മൾ ചെലവഴിക്കുന്നത് കടത്തിനുള്ള പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. ധനകമ്മി കുറച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. 5.9% കഴിഞ്ഞ വർഷത്തെ ധനകമ്മി, അത് 4.5% കുറച്ചു കൊണ്ടുവരും എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്തരം വലിയ രീതിയിലുള്ള കടം ഗവൺമെന്റ് എടുക്കുന്നതോടുകൂടി ഈ ഒരു സൂചികയിൽ എങ്ങനെയാണ് ധനകമ്മി കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് കൂടി ശ്രീ ജയ പത്മകുമാറിന് ഇതിൽ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ഇപ്പോൾ വളർച്ചാ നിരക്കിനെ കുറിച്ചും മറ്റ് MSMEക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഉത്തേജക പരിപാടികൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ GDPയുടെ ഏകദേശം 30% നമുക്ക് തരുന്നത് MSME ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സാമ്പത്തിക മേഖല